ഒരു മാസം എന്ന് പറഞ്ഞാൽ 29.53059 എടുത്താണ്. അതിന് 12 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വർഷത്തിൽ എത്ര ദിവസം കിട്ടും? അത് 354.3671 കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോ ഇത് അതിന് കണക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാവും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാലഘട്ടങ്ങൾ നടത്താൻ പറ്റും. ഇപ്പൊ ഈ ഹിജ്റ വർഷം ഉണ്ടായത് എങ്ങനെ എന്ന സബ്ജക്റ്റിലേക്ക് വന്നാൽ വളരെ ചരിത്രകാരന്മാരുടെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കുഴപ്പങ്ങളും ചരിത്രത്തിലുണ്ട്. അതിന് കാരണം പഴയ കാലത്ത് റസൂലിന്റെ ചരിത്രം തന്നെ എഴുതിയത് ഒരു 50-60 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. 50 വർഷം കഴിഞ്ഞതിന് ശേഷം എഴുതുന്നത് എത്രത്തോളം ശരിയായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു സംഭവം പറയാം. നമ്മുടെ മിനിക്കോയ് ദ്വീപിലേക്ക് മാലദ്വീപിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തി വന്നിട്ടാണ് അവിടെ ശിൽപ്പും വിധുകളും ഇല്ലാതെ ആക്കിയത്. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു, പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിന് അവിടുന്ന് ഓടി ഒഴുക്കി രക്ഷപ്പെടേണ്ടി വന്നു. ഞാൻ അടുത്ത് മാലദ്വീപിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യമായിട്ട് മാലദ്വീപ് ഭാഷയിലേക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയ സമയത്ത് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ അദ്ദേഹമുള്ള സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചതെന്നൊക്കെ അറിയാം. ആ മിനിക്കോയിൽ പോയ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അറിയണം. എപ്പോഴാണ് അദ്ദേഹം അവിടെ വന്നത്, ഏത് കപ്പലിലാണ് അദ്ദേഹം വന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് വേണം എന്നതാണ്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടി മിനിക്കോയ് ദ്വീപിലേക്ക് പോയി ആളുകളോട് അന്വേഷിച്ചപ്പോ ആർക്കും ഒന്നും അറിയില്ല. അതാവസ്ഥ 50-60 വർഷത്തിലുള്ള അവസ്ഥ കേട്ടപ്പോൾ ആളുകൾക്ക് അറിയില്ല. അറിവുള്ളവരെല്ലാം മരിച്ചുപോയി, ഇനിയുള്ളവർക്ക് ഒന്നും അറിയില്ല. അതാവസ്ഥ. കുറെ കാലം ഇപ്പൊ ചോദിക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വിവരങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കിട്ടും? ശരിയായിട്ടൊന്നും കിട്ടില്ല. അതേ അവസ്ഥയാണ്. അപ്പൊ ഈ കലണ്ടർ നമുക്ക് ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? റസൂലുള്ളാഹിയെല്ലാം ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ജനങ്ങളെ പഠിപ്പിച്ചു. അവർക്ക് അന്ന് കലണ്ടർ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡേറ്റിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മറുള്ളാഹിന്റെ കാലത്താണ് ഈ ഡേറ്റിംഗ് സിസ്റ്റം തന്നെ അദ്ദേഹം കൊണ്ടുവന്നത്. എല്ലാം ഒക്കെയും എഴുതുന്ന സമയത്ത് ഡേറ്റ് ഇടണം എന്നുള്ളത് അദ്ദേഹമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോഴെന്തായി, അവർക്ക് ഡേറ്റ് കുറിക്കേണ്ട ആവശ്യം വന്നു. ഒരു ഇത് നോട്ട് എഴുതിയതിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഷാബാൻ ഇത്രാം തീയതി എന്നാണ്. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, ഇങ്ങനെ എഴുതിയാൽ ഏത് ഷാബാനാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഷാബാൻ ഉണ്ടല്ലോ, എല്ലാ വർഷവും ഷാബാൻ ഉണ്ടാവും. ഏത് വർഷത്തെ ഷാബാൻ? ഇപ്പൊ വരുന്ന ഷാബാനോ അല്ല ഇപ്പൊ കഴിഞ്ഞു പോയ ഷാബാനോ ഇനി വരാനുള്ള ഷാബാനോ എങ്ങനെ മനസ്സിലാവും ചോദിച്ചു. അപ്പോഴാണ് ഒരു ചിന്ത ഉണ്ടാവുക, അല്ല കൊല്ലം കൂടി ഉണ്ടായാലേ ഈ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊല്ലം ഉണ്ടാവണം, കൊല്ലം വീണ്ടും തുടങ്ങണമെന്നുള്ള ചർച്ചയാണ്. അതിലെ പലരും പറഞ്ഞു. ആനക്കലഹം എടുക്കാം, അതിന്റെ പുറമെ കാബ ഒഴുകിപ്പോയതിന്റെ അതെടുക്കാം. ചിലർ പറഞ്ഞു നബിസല്ലല്ലാഹു ജനിച്ചതിൽ നിന്ന് തുടങ്ങാം. മറ്റു ചിലർ പറഞ്ഞു നബിയുടെ ഹിജ്റയിൽ നിന്ന്. എങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് ഈ ഹിജ്റയാണ് ഏറ്റവും വലിയ സംഭവം, അതിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡേയിൽ അവർ കണ്ടെത്തിയത്. അപ്പൊ ഹിജ്റ തുടങ്ങുമ്പോൾ ഹിജ്റ പറഞ്ഞത് എപ്പോഴാണ്? ഹിജ്റ കഴിഞ്ഞ റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആദ്യത്തെ മാസമാക്കാൻ പറ്റുമെന്ന് ചിന്തയില്ല. അത് ആദ്യത്തെ മാസമല്ല, 3-ാമത്തെ മാസമാണ്. അപ്പൊ റബീഉൽ അവ്വലിൽ വർഷം തുടങ്ങാൻ പറ്റില്ല. അപ്പൊ വർഷത്തിലെ ആദ്യത്തെ മാസം വർഷം പഠിപ്പിച്ച തന്നെ മുഹറമാണ് ആദ്യത്തെ മാസം എന്നാണ്. അപ്പൊ മുഹറമിൽ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെന്ത് ചെയ്തു? അടുത്ത മുഹറമിൽ നിന്നാണ് അവർ വർഷം തുടങ്ങിയത്. അപ്പൊ ഇത് 1-1-1 ഈ കണ്ടു പുറകോട്ട് കൊണ്ടുപോയാൽ അവസാനം 1-1-1. ഈ 1-1-1 ഡേ അവർ കണ്ടുപിടിച്ചു. അവർ കണ്ടുപിടിച്ച് എങ്ങനെ? അവർ ഓർമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചു. അവരൊന്ന് ഒരു സംഭവം നടന്നാൽ ഇത് ഓർമ്മ എങ്ങനെ? അവർക്ക് എഴുതാൻ പേപ്പറില്ല, നമുക്കുള്ള ബോൾ പോയിന്റ് പേപ്പറൊന്നും അവർക്കില്ല. അവരിതും എഴുതിയെന്ന് മനസ്സിലാണ്. സംഭവം നടന്നാൽ അതിനെപ്പറ്റി ഒരു പാട്ടുണ്ടാകും,
ആ പാട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, എല്ലാവരും പാടും. അത് അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അത് എഴുത്തിലേക്കാവും. ഇതായിരുന്നു അവരുടെ റെക്കോർഡിംഗ് സിസ്റ്റം. അതിലൊരു ദിവസം അതിൽ നിന്ന് അവർ കണ്ടുപിടിച്ച് ആ ദിവസം വ്യാഴാഴ്ചയായിരുന്നു. അതായത് ഈ 1-1-1 എന്നത് വ്യാഴമായിരുന്നു എന്നത് പഴയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ 1-1-1 വെള്ളിയാഴ്ച ആയിട്ടാണ് നിങ്ങൾ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ നോക്ക്, എല്ലാം 1-1-1 വെള്ളിയിലാക്കിയിട്ടുള്ളതായി കാണാം. ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ട്, ആരോ അത് മാറ്റിയിട്ടുണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ. അതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്തായി, നമുക്ക് സത്യം കണ്ടെത്താൻ പ്രയാസകരമായി. 1-1 വ്യാഴം വെള്ളിയിലേക്ക് മാറ്റി അവർ സംഭവിച്ചു. ഞാൻ ഇതിനെപ്പറ്റി കുറെ റിസർച്ച് ചെയ്തു. അത് എന്തിനു വേണ്ടി മാറ്റിയത് നോക്കിയപ്പോ ഈ ഇസ്താംബൂൾക്കാരാണ് അത് മാറ്റിയതെന്ന് എനിക്കൊരു പുസ്തകത്തിൽ അത് യൂറോപ്യൻ സാഹിബാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് അവർ മാറ്റിയത് ചന്ദ്രന്റെ ഈ ഫേസസിൽ എന്തോ ഒരു മാറ്റം കണ്ടതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് അത്ര കണ്ടെത്താൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ കുറെ ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 1-1-1 വ്യാഴാഴ്ചയാണ്. അതിന്റെ ഈക്വലന്റ് ഡേറ്റ് ഉണ്ട് പഴയത് കൊടുത്തത്. അത് 15/7/622 വ്യാഴമാണ്. അതിന് മുമ്പേത്തെ ദിവസം ബുധനാണുണ്ടോ, അതിന്റെ ഡേറ്റ് 14ആണ്. 14/7/622 ഒരു സൂര്യഗ്രഹണം നടന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നു? ഉപയോഗിച്ച് നമുക്ക് ഗ്രഹങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഏത് കാലഘട്ടത്തിൽ ഏത് ഗ്രഹങ്ങൾ എപ്പോൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം അള്ളാഹു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വിസ്ഫാനാണ് അത് ആ ബുധനാഴ്ച ഗ്രഹണം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഈ മാറ്റിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളുടെ വിശ്വാസം ഹിലാൽ കണ്ടാലേ മാറാൻ തുടങ്ങുന്നു. അപ്പൊ ഹിലാൽ കാണുന്നില്ല. ഗ്രഹണത്തിന്റെ ദിവസം ഹിലാൽ കാണണം. ഗ്രഹണ ദിവസം അമാവാസ ദിവസമാണ്, മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. അന്ന് ഹിലാൽ കാണണം, ഒരിക്കലും കാണില്ല. അപ്പൊ ഹിലാൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ദിവസം വിടണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വ്യാഴം വെച്ചിട്ട് വെളിയിരുന്നാക്കി. നമുക്കപ്പോ പ്രശ്നമായി ചെയ്തത്. നമ്മളെ ഇത് നോക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിന്റെ പണി നോക്കുന്ന നമ്മൾ കഥ കണ്ടിട്ടുണ്ടാവും. ഈ ആലിബാബ വായിച്ചിട്ടുണ്ടാവും. അതില് ഈ ആലിബാബന്റെ ജ്യേഷ്ഠനെയോ ഈ കള്ളന്മാരെ പിടിച്ച് കൊന്നു. അവസാനം ഡെഡ് ബോഡി കിട്ടിയപ്പോ അതിനെ തുന്നാൻ വേണ്ടി കൊണ്ടുപോയി. അതിൽ വെച്ചിട്ട് അത് എവിടെയാ കൊണ്ടുപോയെന്ന് ഒരാളെ കണ്ണു വെച്ചിട്ട് കൊണ്ടുപോയി അയാൾ കാണിച്ചതാണ്. പുണ്യാണ് ഇന്ന വീടാണെന്ന് അയാൾ പറഞ്ഞു. അതിന് മാർക്കിട്ടു. കിട്ടപ്പോ പിന്നെ ഇതെന്തോ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ച് വേലക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാ വീട്ടിലും അതേ മാർക്ക്. അപ്പൊ ആ വീട്ടിൽ കണ്ടുപിടിക്കണം. അതേമാതിരിയാണ് ഇപ്പൊ ഈ തീയതി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ എല്ലാം പ്രശ്നമായി. അതാണ് ഇപ്പൊ വലിയ ലോകത്ത് പ്രശ്നം. അപ്പൊ ഈ തീയതി ഇംഗ്ലീഷ് മാറ്റിയിട്ടുണ്ട് 1-1. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മളിപ്പോ എല്ലാവരും ലോകം മുഴുവനും വിശ്വസിക്കുന്നത്. നബിസല്ലല്ലാഹു ഹജ്ജത്തുൽ വിദായിൽ അറഫായിൽ നിന്നത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഈ കണക്കെല്ലാം പരിശോധിച്ച് നോക്കിയാൽ വെള്ളിയാഴ്ച അല്ലാത്ത വ്യാഴമാണ്. ഇവിടെ പ്രശ്നം. അപ്പൊ ഇതാണ് പറയുന്നത് വെള്ളി. അപ്പൊ എന്താണെങ്കിലും വ്യാഴം. ഞാനിത് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്, റസൂലിന്റെ വഹിയാണ്. ഈ സിസ്റ്റം അള്ളാഹുവാണ് പഠിപ്പിച്ചത്. ചന്ദ്രകലകൾ അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. എപ്പോ ഉണ്ടാക്കി? യൗമ ഖലഖ സമാവാതി വൽ അർദ്. ഇന്ന മാസത്തിൽ ഇത്ര കല ഉണ്ടാവണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാസം ഈ ദുൽഹജ്ജ് മാസം നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ കല നമ്മൾ ലോകം കണ്ട എപ്പോഴാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയാൽ നമുക്ക് കിട്ടും. ആദ്യത്തെ കല കണ്ടത് വ്യാഴാഴ്ച വൈകുന്നേരമാണ്. ആദ്യത്തെ ചന്ദ്രക്കല. അവസാനത്തെ കല എപ്പോ കണ്ടു? 29 വ്യാഴാഴ്ച രാവിലെ നമ്മൾ കണ്ടു. ഞാൻ കണ്ടു. എത്ര കലയായി? വ്യാഴം മുതൽ വ്യാഴം വരെ 29 കല കണ്ടു. 29 കല ഉണ്ടെങ്കിൽ എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസം കല ഇല്ലാത്തത് 30 ദിവസത്തിന്റെയാണ് ഈ കഴിഞ്ഞ മാസം. അതിന് 29 ആക്കിയാൽ ശരിയാവും.
മനുഷ്യർ മാറ്റുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ കൈ കടത്തുന്നു എന്നായി. ഇത് വലിയ കുറ്റമല്ല, ശിർക്കല്ലേ, കുഫ്രല്ലേ, ഇത്ര വലിയ കുറ്റം ആലോചിച്ചു. അപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ദുൽഹജ്ജ് മാസത്തിൽ 29 കലയല്ല 28 കലയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ വലിയ കളവല്ലേ? അപ്പൊ ഇത് എത്ര വലിയ ഗൗരവമുള്ള സംഗതിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തെറ്റിച്ചു കൊണ്ടുപോയി അള്ളാഹു 29 ആക്കിയ മാസത്തെ 30 ആക്കുകയും 30 ആക്കിയ മാസത്തെ 29 ആക്കുകയും ചെയ്യുന്നു. ഇത് കുറ്റമല്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. അതേസമയത്ത് അള്ളാഹു ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയാം, ഇതിനെ മാറ്റുന്ന ഇന്നമൽ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. നസീഉ എന്ന് പറഞ്ഞത് ഇന്റർകലേഷനാണ്. കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കൂട്ടുകയും കുറക്കുന്നതും ചെയ്യുന്നതിനെയാണ് നസീ എന്ന് പറയുന്നത്. ഒരു മാസത്തിന്റെ ഒരു ദിവസം ഒരു മാസത്തിലേക്ക് കടത്തിയാൽ അത് നസീയാണ്. അത് കുഫറിൽ വർദ്ധനം എന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ അതിനെ വളരെ നിസ്സാരമായി തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോ അടുത്ത മുഹറം നാളെ മുഹറം 1-ാം തീയതിയാണ്. ഇവിടെ ചിലർക്ക് 28 ആയിട്ടു, അത് നാളെ മാറാൻ പറ്റുമോ? ഇല്ല, 28 മാസത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ഒരു ധാരണയിലാണ് ഇന്ന് മുസ്ലിം ലോകം കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കുകയും പഠിക്കുകയും ഈ ഇങ്ങനെയുള്ള ഗുരുതരമായ തെറ്റുകൾ തിരുത്തുകയും വേണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, മറ്റു സമൂഹങ്ങൾ പോയ മാതിരി നമ്മളും ഒരു കളറിന്മേൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറും. ഇതൊരിക്കലും മാറാൻ പാടില്ല. നമുക്ക് ഖുർആനുണ്ട്, റസൂലിന്റെ ചര്യയുണ്ട്, എല്ലാം അങ്ങനെ തന്നെ നമ്മളെടുത്തുണ്ട്. അതിനെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഞങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ മാറി അത് അപ്പടി വിഴുങ്ങാൻ പാടില്ല. പുസ്തകം പുതിയതായി പോകരുത്, പുസ്തകം പുഴുവാകരുത്. നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുകയോ തള്ളുകയോ വേണം. അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാനെന്താ പറയുന്നു, ഇതൊക്കെ അംഗീകരിച്ചാൽ എന്താ ശരിയാവില്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയും സത്യം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്കിപ്പോ ഇത്ര സമയം സംസാരിക്കാനുള്ള അറിയില്ല. ഞാനിപ്പോ വിചാരിക്കുന്നത് ഇത്രേ പറഞ്ഞാൽ മതിയെന്നാണ്. കാരണം മനുഷ്യന് ഗ്രാഹക ശക്തി ഉണ്ടല്ലോ, അത് ഒരു 45-48 മിനിറ്റ് വരെ ഉണ്ടാവും. അതിനുശേഷം അറ്റൻഷൻ തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഇനി ഉത്തരം പറയുന്നതായിരിക്കും നല്ലതെന്ന് കരുതുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു.